പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ആ ഒരു കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിക്കണ്. എന്നിട്ട് വേദയോട് വന്ന് പറയുന്നുണ്ട്, വാ പോവാമെന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, പോവാനോ, എങ്ങോട്ടേക്ക് എന്ന് ചോദിക്കും. എന്താ പോവണ്ടേ, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കാണ് വിക്രം. അല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഇവിടെ നിന്ന് 10-15 കിലോമീറ്റർ എങ്കിലും ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്തിനാ ഈ കാട്ടിലേക്ക് ഓടിക്കയറിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഓ ഇത് ഞാൻ കാടാണെന്ന് വിചാരിച്ചിട്ടാണോ ഓടിക്കയറിയത്. എന്തായാലും വിക്രം ഓടിയ ഡയറക്ഷൻ തെറ്റായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചോടിയെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലിരുന്നേനേന്നൊക്കെ പറയും. പോവാമെന്നൊക്കെ പറഞ്ഞ് വേദ പെയ്യെ അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കുന്ന സമയത്തിന് വേദ പെട്ടെന്നങ്ങ് വീഴാൻ പോകും. ഉടനെ തന്നെ വിക്രം പോയിട്ട് വേദയെ അങ്ങ് പിടിക്കണേ. വിക്രം പറയുന്നുണ്ട്, എന്താ ഇത്, സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, ഇവിടെയൊക്കെ നല്ല വെഴുക്കലുള്ള സ്ഥലമാണ്, അത് കണ്ട് കാലൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കണം. അതിനുശേഷം വേദയെ അവിടെ തന്നെ പിടിച്ചിരുത്തിയതിനു ശേഷം വാ ഒന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നൊക്കെ പറയും. ആ സമയത്ത് വേദ ഇങ്ങനെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേദക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല, എൻ്റെ കാല് കൊണ്ട് വയ്യ, എനിക്ക് എൻ്റെ കാല് പൊക്കാൻ പോലും പറ്റുന്നില്ല, ഈ കാലുകൊണ്ട് എനിക്ക് നടക്കാനൊന്നും വയ്യ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്കെന്താ പുറത്തേക്കൊന്നും പോവണ്ടേന്ന് വിക്രം ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ എൻ്റെ കാലുകൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല, പിന്നല്ലാതെ നീ എന്താ ഇവിടെ ഇരിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്കൊന്നും വയ്യ ഇവിടെ ഇരിക്കാനായിട്ട് എന്നും പറയും. വേദ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ വിക്രം ബൈക്കോ എന്നെ വല്ല പുലിയോ സിംഹോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നോട്ടെ എന്ന് പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അയ്യോ നീ വലിയ നാടകത്തിലെ ഡയലോഗൊന്നും അടിക്കണ്ടോ, വേഗം എൻ്റെ കൂടെ വരാൻ നോക്കുമെന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, എനിക്ക് വയ്യാത്തോണ്ടാണ്, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, പിന്നെ നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്താ നിന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ചിലപ്പോൾ വേണ്ടി വരുമെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വരാണ്. എന്നാ ശരി, എങ്ങനെയെങ്കിലൊക്കെ പുറത്തേക്ക് കിടക്കണ്ടേ എന്ന് പറയുന്ന സമയത്തിന് എന്നാ എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പൊക്കി കൊടുക്കും. വിക്രം ഏതായാലും വേദയെ പൊക്കിക്കൊണ്ട് പുഴയുടെ ആ ഭാഗത്തു കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ വളരെയധികം ഇഷ്ടത്തോടു കൂടെ വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണുമെട്ടാതെ വേദയെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം വേദയെ കൊണ്ടുവന്നിട്ട് ഒരു മരത്തിൻ്റെ കൊമ്പിൻ്റെ അവിടെ വന്ന് കൊണ്ടുവന്നിരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കുക, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് എവിടെ പോവാന്ന് ചോദിക്കും. നീ ഏതായാലും എവിടെ ഇരിക്കുക, എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയും. ഇതേ സമയത്തിന് അഭിലാഷും കൂട്ടരും ഇവരെ അന്വേഷിച്ചു കൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് വേദക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് എന്ന് പറയും. അന്നേരം ഞാൻ ഈ കാട്ടിനകത്ത് എവിടെ പോയിട്ട് വെള്ളം തപ്പാനാന്നൊക്കെ ചോദിക്കാട്ടോ വിക്രം. അല്ല ആ പുഴയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് എടുത്ത് കുടിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറയുന്ന സമയത്തിന് വേദങ്ങനെ എന്ത് പറയണമെന്നറിയാതെ മടിച്ച് നിൽക്കുകയാണ്. വിക്രം ഏതായാലും പോയിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വെള്ളം കൊടുത്തുകൊണ്ടതിന് വിക്രം പറഞ്ഞിട്ട്, അതെ കാടിനോടുള്ള സ്നേഹം കൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടതാണ് ഈ ബ്രാൻഡ് കുപ്പി, ഇതിൽ വെള്ളം കുടിക്കുന്ന പറഞ്ഞിട്ട് അത് കൊടുക്കുന്ന സമയത്തിന് ഇതിൽ ഞാൻ വെള്ളം കുടിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് വേദ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇത് ഞാൻ 2-3 തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ്, ഇതിൽ നീ ഏതായാലും വെള്ളം കുടിച്ചോ, ഈ പ്രകൃതി സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം കുടിക്കാൻ വരുന്നവരെ ഇവിടെ ആദ്യം ഇവിടെ നിന്നും അടിച്ചോടിക്കണം എന്നൊക്കെ പറയും. ഇതുപോലൊരു കുപ്പിയുടെ ചില്ല് കൊണ്ടിട്ടാണ് ഒരു ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞിട്ട് അതിന് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അതാകെ ചത്തുപോയത് എന്നൊക്കെ പറയും. അന്നേരം ഈ വന്യമൃഗങ്ങളോട് പോലും എന്തിനായി ക്രൂരത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദക്ക് സങ്കടം വരികട്ടോ. വിക്രം ഏതായാലും പോയിട്ട് വേദയുടെ കാലിൽ പുരട്ടാൻ വേണ്ടിയിട്ട് കുറേ അധികം പച്ചമരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാലിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ എന്തോ വഴിപാട് പോലെ കെട്ടിവെച്ചിരിക്കുന്ന പട്ടിൻ്റെ തുണിയുണ്ട്, അതൊക്കെ എടുത്തു വെച്ചുകൊണ്ടായിരിക്കട്ടെ വേദയുടെ ആ ഒരു മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. മരുന്ന് കെട്ടിക്കൊടുക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, അല്ല ഇതൊക്കെ വിക്രം ഇങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അതൊക്കെ വലിയൊരു കഥയാണ് എന്ന് പറയും. കഥ കേൾക്കാനുള്ള സമയമൊക്കെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വിക്രം പറ വിക്രു എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ നിർബന്ധിക്കും. അതെ, ഒരു 5-6 വർഷം മുൻപ് ഞാൻ ശ്രീനി സാറിൻ്റെ കൂടെ നിന്നിരുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറിൻ്റെ എതിരായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് കാട്ടിൽ ഒരു കഞ്ചാവ് തോട്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പുറത്ത് കൊണ്ടുവരണമെന്ന് ശ്രീനി സാറിന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോവാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന്, നമ്മൾ പിന്നെ എന്തെങ്കിലും കേട്ടാൽ എടുത്തു ചാടി പുറപ്പെട്ടു പോകാൻ പോകുന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദ കളിയാക്കും. എന്നിട്ട് പറ എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ ഏതായാലും ആ ഒരു കഞ്ചാവിൻ്റെ തോട്ടം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു, പക്ഷേ കാട്ടിലെത്തിയ സമയത്ത് 2 പേരും 2 വഴിക്കായിട്ട് അങ്ങ് ചേരി തിരിഞ്ഞു. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ തലയിട്ട് ഈ സൈഡിലായിട്ട് ഒരടി വന്നങ്ങ് വീണു. അടിയോ, എന്നിട്ട് ആരടിച്ചു എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് മറ്റേ കഞ്ചാവിൻ്റെ ആൾക്കാരടിച്ചു. എന്നെ അന്ന് അടിച്ചൊരു വിധാക്കി കാട്ടിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഞാനങ്ങനെ ബോധം പോയിട്ട് കണ്ണ് തുറന്നു നോക്കുന്ന സമയത്തിന് ഞാൻ മറ്റൊരു കുടിലിലാണെന്ന് പറയുന്ന സമയത്തിന് കുടിലില്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത് മറ്റൊരു ചെറിയൊരു ഷെഡിൽ. അവിടെ ഒരു മൂപ്പരുണ്ടായിരുന്നു. ആ മൂപ്പര് വന്നിട്ട് എനിക്ക് കുറേ അധികം പച്ചമരുന്നുകളൊക്കെ അരച്ച് തന്നിട്ടാണ് എനിക്ക് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാട്ടോ വിക്രം.
അങ്ങനെ കുറച്ചു കാലം ഏതായാലും ആ മൂപ്പൻ്റെ കുടുസായ ഒരു റൂമിലാണ് ഞാൻ ജീവിച്ചത്. അവിടെ നിന്ന് പഠിച്ചതാണ് ഈ ഒരു പച്ചമരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും വിക്രം. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ ഒരു മൂപ്പർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ആ ഉവ് ഉണ്ടായിരുന്നു, നല്ല സുന്ദരിയായ ഒരു മകൾ. അന്നേരം വേദ പറഞ്ഞിട്ട് ഇതുപോലത്തെ സിനിമകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പിന്നെ ഏഷ്യാനെറ്റിൽ ഇതുപോലെ തന്നെ 3 സീരിയലും വേറെ ഉണ്ട് എന്നൊക്കെ പറയും. തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളൻ്റെ എൻ്റെ വിക്രു ഒരു കഥ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറയണ വേദ. അപ്പോൾ വിക്രം പറഞ്ഞിട്ട് എന്നാലും നിനക്കത് കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലായല്ലോ എന്ന് പറയുന്ന സമയത്തിന് വെറുതെ മനുഷ്യൻ അങ്ങ് ആസാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദക്ക് ദേഷ്യം വരും. എന്നാൽ പിന്നെ ആസിനെ മനുഷ്യനാക്കി കാണിച്ചു തരട്ടെ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്തിന് അതെങ്ങനെയെന്ന് ചോദിക്കട്ടെ വേദ. അപ്പോഴേക്കും വിക്രം തൻ്റെ കയ്യിലുള്ള ആ ഒരു മുറിവൊക്കെ ഇങ്ങനെ അഴിച്ച് കാണിച്ചു കൊടുക്കണം. അന്നേരം തന്നെ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. വേദക്ക് അത്ഭുതം തോന്നാണ്. വേദ ചോദിക്കുന്നുണ്ട്, മുറിവൊക്കെ ഇത്ര പെട്ടെന്ന് ഉണങ്ങിയോ? അപ്പോൾ അതെ, അത് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ് വിക്രം. വാ, ഇനി ഏതായാലും കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട, നമുക്കിങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിനെ വേദയുടെ കയ്യും പിടിച്ചുകൊണ്ടിനെ വിക്രം ഇങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. അവിടെ അത്യാവശ്യം നല്ല കല്ലും മുള്ളൊക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ വേദയ്ക്ക് നല്ല രീതിയിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്തിന് വിക്രം വേദയെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേദയുടെ കയ്യും പിടിച്ചുകൊണ്ട് പയ്യെ ആയിരിക്കട്ടോ വിക്രം നടത്തിപ്പിക്കുന്നത്. ഇവർ രണ്ടുപേരും കുറേ ദൂരം നടന്നു പോയതിനു ശേഷം വിക്രം പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇനി ഏതായാലും പുറത്ത് കിടക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇരുട്ടാവുമെന്ന് പറയുന്ന സമയത്തിൻ്റെ വേദക്ക് പേടിയാവാണ്. അയ്യോ, അപ്പോൾ ഇരുട്ടാവുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആന്ന് പറയും. അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ രാത്രി എന്തായാലും ഇന്ന് ഈ കാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് പറയാണ് വിക്രം. അയ്യോ, ഇന്ന് ഈ രാത്രി മുഴുവൻ ഇവിടെ ഈ കാട്ടിൽ നിൽക്കാനോ എന്നിങ്ങനെ വേദ പേടിയോട് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അല്ല, നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ പറഞ്ഞയക്കും കാട്ടിലേക്ക്, അതുവഴി നമുക്ക് നാട്ടിലേക്ക് എത്താമെന്നൊക്കെ പറഞ്ഞ് വിക്രം കളിയാക്കും. അന്നേരം വേദക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തിനേയും വെറുതെ എൻ്റെ അച്ഛനെ പറയുന്നത് എന്നൊക്കെ പറയും. ഏതായാലും അവർ രണ്ടുപേരും വീണ്ടും ആ ഒരു കാട്ടിലൂടെ കുറേ ദൂരം ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നു പോയതിന് ശേഷം രണ്ടുപേരും ക്ഷീണിച്ച് അവശയായിട്ട് ഒരു വിധമായിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു വിക്രമിൻ്റെ ഷൂവും അതുപോലെ കുപ്പിയൊക്കെ അങ്ങനെ കയ്യിൽ കെട്ടി തൂക്കിക്കൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. വേദ ആകെ ക്ഷീണിച്ച് അങ്ങനെ ഒരു പാറപ്പുറത്തവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, വിക്രം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും രക്ഷയുണ്ടോ നോക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് എന്ത് എന്ന് ചോദിക്കുകയാണ് വേദ. ആ സമയത്തിന് വിക്രം പറയുന്നുണ്ട്, നീ ഏതായാലും ഇവിടെ ഇരിക്ക്, എന്തെങ്കിലും വഴി കാണാമെന്നൊക്കെ പറഞ്ഞ് വിക്രം വേഗം ചെന്നിട്ട് ഒരു മുളയുടെ കമ്പ് അവിടെ നിന്നങ്ങ് വെട്ടിയെടുക്കുകയാണ്. ആ മുളയുടെ അറ്റങ്ങ് കൂർപ്പിച്ചതിന് ശേഷം നേരെ പാറപ്പുറത്ത് അവിടെ വന്ന് നിന്നതിന് ശേഷം അവിടെ ആറ്റിലൂടെ പോകുന്ന വെള്ളത്തിൽ മീനിനെ പിടിക്കട്ടോ. ആ ഒരു മുള ഇങ്ങനെ കമ്പ് കുത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ മീനിനെ പിടിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വേദക്ക് ശരിക്കും ഒരു അതിശയമായി തോന്നാണ്. ഏതായാലും വിക്രത്തിന് കുറേയധികം മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു മീനെ എല്ലാം പിടിച്ചതിന് ശേഷം വീണ്ടും അവരിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അതിങ്ങനെ ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ആ കുപ്പി കിട്ടിയ സമയത്തിന് വിക്രത്തിന് ഒരു ലൈറ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അതും പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം തേടി ഇങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിശ്വനാഥൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്തിന് കമലമ്മയെ അവിടെ കാണുന്നില്ല. വിശ്വനും മാഷനൊക്കെ കമല എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് പറയുന്നുണ്ട്, അമ്മതേ അവിടെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്, വിക്രം ഇതുവരെയായിട്ട് വന്നില്ലല്ലോ. അന്നേരം വിനായകൻ ചോദിക്കുന്നത്, അവൻ വരാത്തത് ഇത്ര പ്രത്യേകത എന്താണ്, ഇതൊക്കെ എന്നും പതിവുള്ളതല്ലേ? വിശ്വം പറഞ്ഞിട്ട്, ശ്രീജയൻ നീ പോയിട്ട് അമ്മയെ വിളിക്കുമെന്ന് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും എന്ന് പറയാണ്. അന്നേരം കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷ് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് മാഷെ അത് പിന്നെ ഞാൻ പുറത്തിരിക്കുമായിരുന്നു എന്ന് പറയും. അല്ല, വിക്രമിനെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട്, അമ്മേ അവൻ ആ ജീന മരിച്ചിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് അവിടെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറയും. അന്നേരം പാവം കുട്ടിയിലെ ജീന എന്ന് പറയുന്ന സമയത്തിന് വിശ്വം പറഞ്ഞിട്ട്, അതെ, റോഡിലേക്ക് ഓടിക്കയറി വരുന്ന സമയത്തിന് ഒരു ലോറി വന്ന് ഇടിച്ചതാണെന്ന് പറയും. നീ ഏതായാലും ആ വർക്ക്ഷോപ്പിലേക്കൊന്ന് വിളിച്ചു നോക്ക് വിശ്വ എന്ന് പറയുന്ന സമയത്തിന് വിശ്വൻ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ ഫോൺ എടുക്കുന്ന സമയത്തിന് പെട്ടെന്ന് കറണ്ട് അങ്ങ് പോവാണ്. അന്നേരം കറണ്ട് ബില്ല് ഞാൻ അടച്ചതാണല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വിശ്വനെ ദേഷ്യപ്പെട്ട് നോക്കുമായിരിക്കട്ടോ മാഷ്. ആ സമയത്തിന് വിശ്വൻ പറഞ്ഞിട്ട്, അയ്യോ അച്ഛാ, ഞാനല്ല, വിനായകനാണ് കറണ്ട് ബില്ല് അടച്ചത് എന്ന് പറയും. വിനായകൻ പറഞ്ഞിട്ട്, അച്ഛാ കറണ്ട് ബില്ലൊക്കെ ഞാൻ അടച്ചതാണ്, ഏതായാലും KCBക്കാർ ഊരിയതൊന്നും നല്ല എന്ന് ഉറപ്പാണെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പോയി നോക്കുന്ന സമയത്തിന് നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്ന് പറയാണ്. ആ സമയത്തിന് അച്ഛൻ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ വീട്ടിൽ മാത്രം കറണ്ട് പോയത് കൊണ്ട് തന്നെ ഇവരാകെ പേടിക്കാണ്. എന്നിട്ട് വിശ്വ നീ ഒന്ന് KCBയിലേക്ക് വിളിച്ചു നോക്കിയതെന്നൊക്കെ പറയുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ ഓൾറെഡി ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി നാളത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്.